ഇതാണ് കാണേണ്ട കാഴ്ച. യെസ്, ഒത്തിരി വെളിയിൽ പോയിട്ടുണ്ട്. അതുപോലെ മനസ്സിലായി ഇതാണ് കറക്റ്റ്. കയറി പോകണമെന്ന് പറയാൻ നിർബന്ധം. അത് മതിയല്ലോ അല്ലേ? ആ, അമ്മ ഇട്ടോ, അമ്മ ഇട്ടോ. ഹായ് വ്യൂവേഴ്സ്, ഇതൊരു വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തെടുത്ത ഒരു പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സിക്യൂഷൻ. നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് നിന്ന് അപ്രൂവൽ മേടിച്ച്, ഡ്രോയിങ്സിന്റെ ഒക്കെ അപ്രൂവൽ മേടിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയായിരുന്നു, അവർക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഹോൾ പ്രോസസ്സിൽ കൂടെ പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു. സോ ലെറ്റ്സ് ഗോ. സോ ഇവിടുത്തെ കളർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ ഈ സോഫയാണ്. ഈ സോഫ ഈ കസ്റ്റമറിന് വേണ്ടി നമ്മളൊരു 3-4 ഇയേഴ്സ് മുമ്പ് ചെയ്തൊരു സോഫയാണ്. സോ അവർ ഈ വില്ല പ്രോജക്റ്റിനകത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സോഫ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ സോഫ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഈ കളർ, അതായത് ഒരു ടർക്കോയിസ് സിയാൻ കോമ്പിനേഷനിലുള്ള ഈ ഒരു കളറിനാണ് ബാക്കിയെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. സോ ആ സോഫ അങ്ങനെ തന്നെ റീയൂസ് ചെയ്തു. 3-4 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിനൊരു ഷാമ്പു വാഷ് ചെയ്യണം. സോ അത് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം നമ്മളിങ്ങ് കൊണ്ടിട്ടു. എനിവേ ഈ ഫാബ്രിക്സ്, ഈ കർട്ടൻ്റെ ഫാബ്രിക്സ് എല്ലാം കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ഈ കാണുന്ന ചെയറിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും കോട്ടൺ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജൂട്ടിൻ്റെ ഒരു കാർപ്പറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ റസ്റ്റിക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി വലിയ സ്പാനുള്ള ഒരു ലിവിങ് ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോറിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. കാരണം ചെറിയ വീടാണെങ്കിൽ ഫ്ലോറിങ് അങ്ങ് മറഞ്ഞങ്ങ് പോകും. ഇത് വലിയ സ്ക്വയർ ഫീറ്റ്, ഒരു 4000 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു വീടാണ്. മാത്രമല്ല ഈ ഒരു ഏരിയയൊക്കെ ഓപ്പൺ ചെയ്തെടുത്തതാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. റസ്റ്റിക് ഫിനിഷുള്ള ഏതെങ്കിലും ഒരു ഫ്ലോറിങ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ബട്ട് ദിസ് ഇസ് വാട്ട് വി ഹാവ് റൈറ്റ് നൗ. സോ അത് വെച്ച് നമ്മളങ്ങ് ചെയ്ത് പോയി. അതിൻ്റെ ഈ ഏരിയ നിങ്ങൾ പഴയ വീഡിയോ നോക്കി അറിയാം എങ്ങനെയാണ് ഇരുന്നതെന്ന്. സോ ഇതെല്ലാം പിന്നെ ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആക്ച്വലി ഇസ് ദിസ് പൂജ സ്പേസ്. ഈ കുഞ്ഞു മണികളും വലിയ മണികളും ഒക്കെ ആയിട്ട് കണ്ട ഒരു ചെറിയ കോഫി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ത്രെഡ് കർട്ടൻസ് ഒരു ചെറിയൊരു മറ പ്രൊവൈഡ് ചെയ്യുന്ന, മോസ്റ്റ്ലി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഗസ്റ്റിന് ഒരു ചെറിയൊരു മറ പോലെ കിട്ടും. ആൻഡ് അഗെയിൻ ഫിനിഷിൽ ഇത് കസ്റ്റം മെയ്ഡാണ്, നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിന് ഷോപ്പിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇതെല്ലാം കസ്റ്റം മെയ്ഡ് തന്നെ, ചെയറും ടേബിളും ഒക്കെയാണ്. ആൻഡ് ഇവിടെ ഒരു നല്ലൊരു വാഷ് ബേസിനുണ്ട്. ഇവിടുത്തെ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്തിട്ട്. ആൻഡ് അഗെയിൻ നമുക്ക് ഇതൊരു സീറ്റിംഗ് ഏരിയയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദിസ് റൂം. ഒരു ഡ്രീം ക്യാച്ചറുണ്ട്. ബാഡ് സ്വപ്നങ്ങളൊന്നും വരാതിരിക്കാനാണ് ഡ്രീം ക്യാച്ചർ യൂസ് ചെയ്യുന്നത്. ഇതിവിടെ തൂക്കിയിടാനുള്ളതാണ്. ആക്ച്വലി തൽക്കാലം അവിടെ ഇട്ടേക്കാണ്. അല്ല, ഇനി ഒരു റൂമും കൂടെ ഉണ്ട്, അതും കൂടെ ഷെയർ ചെയ്യും. ആ റൂമിലെ കർട്ടൻസ്, ഇറ്റ്സ് റിയലി ഗുഡ്. അതിൻ്റെ ഒരു ഫാബ്രിക് കളക്ഷൻ. ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. ഓക്കെ, ഈ റൂമിനൊരു വൈബ്രൻറ്റ് റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. പില്ലോ എല്ലാം മാറ്റി മറിച്ചിട്ടേക്കുവാണ്. ഡോറിൻ്റെ അവിടെ ആരോ വന്നിട്ടുണ്ട്. പില്ലോ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. എനിവേ ഈ പില്ലോയുടെ മെറ്റീരിയലൊക്കെ അതാണ്. ഞാനൊന്ന് ഡോർ പോയി നോക്കട്ടെ. ഇത് ആക്ച്വലി ഒരു കോഫി ടേബിളിൻ്റെ മുകളിൽ വെക്കാനായിട്ട് എടുത്തതാണ്. തൽക്കാലം ഇവിടെ ഒത്തിരി പിള്ളേർ വന്നായിരുന്നു ഇവിടുത്തെ ഹൗസ് വാമിങ്ങിന്. അവരെ പേടിച്ച് ഞാനിതിൻ്റെ മുകളിൽ വെച്ചേക്കാണ് തൽക്കാലത്തേക്ക്. ഇതും കസ്റ്റം മെയ്ഡാണ്. ഈ ഫേൺസ് ഒക്കെ വെച്ചിരിക്കുന്നത്
ഇതാണ് കസ്റ്റം മെയ്ഡാണ്. ഇത് ഇൻറ്റീരിയറിൽ എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്, പല ടൈപ്പിലുള്ള ഇൻഡോർ പ്ലാന്റ്സ്. സോ ഇവിടെ അങ്ങനെ ചെറിയ ആ വിൻഡോയിൽ കൂടെ ചെറിയൊരു വെളിച്ചം കിട്ടും. ഇവിടെയും വെച്ചിരിക്കുന്ന എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ ചെമ്പകം മാത്രമേ ഉള്ളൂ പുറത്ത് നിൽക്കുന്നത്, ബാക്കിയെല്ലാം അകത്ത് സുഖമായിട്ട് നിൽക്കുന്നോളും. പിന്നെ ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്, അങ്ങനെ വെയിൽ കുറവൊന്നുമല്ല. ഈ ചെമ്പകത്തിന് വളരാനുള്ള വെയിലില്ലാത്തതുകൊണ്ട്. സോ ഇതിങ്ങനെ മുകളിൽ നിന്ന് പല ചെടികളുമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഈ വെയിലത്ത് സർവൈവ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ പെട്ടെന്നൊരു ക്വിക്ക് ലുക്ക് മുകളിലത്തെ റൂമിലും കൂടെ. സോ ദിസ് ഈസ് ആക്ച്വലി എ ഫാബ്രിക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കസ്റ്റം മെയ്ഡാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് പ്രോജക്റ്റ്. ആൻഡ് ഇവിടെ ഒരു ജൂട്ടിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വാളിൽ. ആക്ച്വലി ഇത് ജൂട്ട് മാറ്റാണ്, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ അങ്ങനെ എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് റെയിനിങ് നൗ. മഴ പെയ്യുമ്പോൾ പറ്റിയൊരു സ്ഥലമാണ് ഇവിടുത്തെ ബാൽക്കണി. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇട്ടേക്കുന്നത്. ആൻഡ് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് പപ്പായൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. ഹോപ്പ് ഇറ്റ് സർവൈവ്സ്. ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം പാരലലി വളരെ ഫാസ്റ്റായിട്ട് ചെയ്തതാണ്. നമുക്ക് യൂഷ്വലി റിക്വയർമെന്റ് വരാറുള്ളത് മിനിമലിസ്റ്റിക്, പിന്നെ അതുപോലെ കണ്ടംപററി സ്റ്റൈലൊക്കെയാണ്. എത്തനിക് റസ്റ്റിക് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വിത്ത് ലോട്ട് ഓഫ് പ്ലാന്റ്സ് ഇൻസൈഡ്, പിന്നെ കോട്ടൺ മെറ്റീരിയൽ, ജൂട്ട്, ഇതൊക്കെ ഉള്ളത് അങ്ങനെ വരാറേ ഇല്ല. സോ 3D ബ്രിക്സിന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഇഷ്ടം? സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയാണ്. സബ്സ്ക്രൈബേഴ്സ് വളരെ റെയറായിട്ടാണ് കസ്റ്റമേഴ്സായി മാറുന്നത്. സോ അതൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വീടുകളാണ് ഇഷ്ടം? ഫുൾ മോഡേൺ ആണോ, അതോ ഇങ്ങനത്തെ കുറച്ച് റസ്റ്റിക് ഫിനിഷും ഇന്ത്യൻ സ്റ്റൈൽ, ഇന്ത്യൻ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. സോ നമുക്ക് റെസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് കാണാം. ആൻഡ് ഒരു റൂമും കൂടെ ഉണ്ട്. സോ ഈ റൂമിൻ്റെ അകത്ത് ഈ ബെഡ് ഓൾറെഡി അവരുടെ ഉള്ളതാണ്. ഇത് കുറച്ച് മോഡേൺ ബെഡാണ്. സോ അതനുസരിച്ച് നമ്മൾ ത്രെഡ് കർട്ടൻസ് ഒക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇത് അങ്ങനെ വലിയ റസ്റ്റിക്കിലോട്ട് പോയില്ല, കാരണം ഈ ബെഡ് ഒരു സ്ട്രോങ് റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് മാത്രമേ റസ്റ്റിക് ഫിനിഷിൽ ഇട്ടിട്ടുള്ളൂ. എന്നാലും ജനറലി ഒരു സെമി ഫിനിഷിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ളി കംപ്ലീറ്റ് വീഡിയോ ഒരു 2 വീക്സിനകത്ത് പോസ്റ്റ് ചെയ്യും. ബൈ.